കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാമ്പാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറേശ്വരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാമ്പാടത്തെ കൃഷി. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലാമ്പാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോഴും കനാൽ അടയ്ക്കേണ്ട സമയമാകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇക്കുറി കൃഷി ഇറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലാമ്പാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത്. ജലസേചനത്തിന്റെ കുറവ് മൂലം നെൽച്ചെടികൾക്ക് വളർച്ച കുറവാണ്. അതിനാൽ വൈക്കോൽ ഒട്ടും തന്നെ ലഭിക്കാനും സാധ്യതയില്ല. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിര് വന്ന നെൽച്ചെടികളെ ഉണക്കു ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാവുമെന്ന് ചാറ്റിലാമ്പാടത്ത് കർഷകനും മുൻ പഞ്ചായത്ത് അംഗവുമായ VK സുബ്രഹ്മണ്യൻ പറയുന്നു. മുൻകൂട്ടി പറയായിരുന്നെങ്കിൽ ഞങ്ങൾ പണിയിലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കൃഷി ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് ഉണങ്ങിപ്പോകാത്ത രീതിയിലൂടെ ഞങ്ങൾക്ക് അത് കൊയ്തെടുക്കാനുള്ള ഒരു അവസ്ഥയ്ക്ക് വെള്ളം ലഭ്യമാക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കണം എന്ന് പ്രത്യേകം കാല് പിടിച്ച് പറയുന്നവർ പറഞ്ഞിട്ടുള്ളതാണ്. അവർ അതൊന്നും ഉൾക്കൊണ്ടില്ല. എന്തായാലും 100 ചിലാനപ്പറയ്ക്ക് നിലം ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഉണങ്ങിയടിച്ച് കിടക്കുകയാണ്. ഇതിന് ചെറുതായ സംഖ്യയൊന്നും പറയാൻ പറ്റില്ല കൃത്യമായിട്ട്. കാരണം ഉഴവ് കഴിഞ്ഞു, വിത്ത് വാങ്ങി, പിന്നെ ഒരു വളം ചെയ്തു. 2ാം വളം ചെയ്യാനായിട്ട് വെള്ളമില്ലാത്തതുകൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കതിര് വരുന്ന ടൈം ആയിട്ടുണ്ട്. കതിര് വരില്ലേ നിലയ്ക്ക് ഉണങ്ങി കഴിഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോൾ ഇത് സർക്കാരിനെ ബോധിപ്പിക്കാത്തതുകൊണ്ടുള്ള അപകടമല്ല, അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു താല്പര്യം കാണിക്കാത്തൊരു വ്യവസ്ഥ. കഴിഞ്ഞ പൂവാണെങ്കിൽ കൊയ്തിട്ട് നെല്ല് സപ്ലൈക്ക് കൊണ്ടുപോയിട്ട് 1-1.5 മാസമായി. അതിനും കാശ് ഒരു പൈസ പോലും തന്നിട്ടില്ല. ഞങ്ങളൊരു വിളവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള അതിൽ കടം മേടിച്ച് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിറ്റ് ആ നെല്ല് എൻ്റെ കാശ് കിട്ടിയാലാണ് അടുത്ത പൂവിന് ഞങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 2 പൂവിനും കടം മേടിച്ച് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറമ്പ് വിറ്റ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ. കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഇറിഗേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി കർഷകർ പറയുന്നു. എന്നാൽ കർഷകരുടെ ആവശ്യം വേണ്ട രീതിയിൽ അധികൃതർ പരിഗണിച്ചില്ലെന്ന പരാതിയാണ് കർഷകർക്കുള്ളത്. നെൽച്ചെടികളിൽ കതിര് വന്നു തുടങ്ങുന്ന സമയത്ത് വെള്ളം ലഭിക്കാതായതോടെ നെൽച്ചെടികൾ ഉണക്കു ബാധിച്ച നിലയിലാണ്. നെൽക്കണ്ടങ്ങൾ വിണ്ടുകീറിയ നിലയിലാണ്. വെള്ളം ലഭ്യമാക്കാനാവില്ലെന്ന് അധികൃതർ മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ ഇക്കുറി മുണ്ടകൻ വിള ഇറക്കില്ലായിരുന്നു എന്നാണ് കർഷകർ പറയുന്നത്. നിലമൊരുക്കാനും വിതയ്ക്കാനും മറ്റുമായി നല്ലൊരു തുകയാണ് ഈ പാടശേഖര സമിതിക്കു കീഴിലെ കർഷകർ ചെലവഴിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങുമെന്ന ആശങ്കയിലാണ് കർഷകർ. മീഡിയ ടൈം, കൊടകര.